കാസർഗോഡ് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ദുരിതമനുഭവിക്കുന്നത് ജില്ലയിലെ നേന്ത്രവാഴ കർഷകരാണ്. വിളവെടുക്കുന്നതിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ നേരത്തെ എത്തിയ കാലവർഷം നേന്ത്രവാഴ കൃഷിയുടെ നാശത്തിന് കാരണമായി. കാണാം ഒരു റിപ്പോർട്ട്. വിളവെടുക്കുന്നതിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ നേരത്തെ എത്തിയ കനത്ത മഴ കാസർഗോഡ് ജില്ലയിൽ നേന്ത്രവാഴ കൃഷിയുടെ നാശത്തിന് കാരണമായി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന മടിക്കൈ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വാഴകൃഷി നശിച്ചത്. മടിക്കൈ പഞ്ചായത്തിലെ മടിക്കൈ വയൽ, നാദക്കോട്ട്, കണിച്ചിറ പ്രദേശങ്ങളിലാണ് വാഴകൃഷി നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. വിളവെടുക്കാറായ ആയിരക്കണക്കിന് വാഴയാണ് നശിച്ചത്. മടിക്കൈ വയൽ വാഴകൃഷിക്കാരുടെ സൊസൈറ്റിയുടെ കീഴിൽ 400ഓളം കർഷകരാണുള്ളത്. മടിക്കൈ വയലിൽ കാടത്ത് ചന്ദ്രൻ, ചന്ദ്രൻ കാക്കയിൽ, ഷൈജു, രാകേഷ് നാരായണൻ, നാദക്കോട്ട് ഭാസ്കരൻ, നാരായണി, അരയിൽ PK മധു, മൊയ്തു നാസർ, ഇബ്രാഹിം, ഇക്ബാൽ എന്നിവരുടെ വാഴകൃഷിയാണ് നശിച്ചത്. ബാങ്കിൽ നിന്നും ലോണെടുത്തും കടം വാങ്ങിയും ചെയ്ത കൃഷിയാണ് വിളവെടുക്കുന്നതിന് ഒരു മാസം മുന്നേ നശിച്ചത്. ഇത്രയധികം വാഴകൃഷി നശിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് കർഷകനായ പൂവത്തോട് ഭാസ്കരൻ പറയുന്നു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ അത് വിളവെടുക്കേണ്ടതാണ്. വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരു 10-12 ലക്ഷം രൂപയോളം പൈസ കിട്ടേണ്ടതാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വാഴയിൽ ഒരു 10-15 ദിവസമായിട്ട് വെള്ളം നിൽക്കുന്നത്. ഇനി ഒരാഴ്ച കൂടി നിന്നാൽ ഈ ഒരു വാഴയും ഈ കാണുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല. ഒരു മാസം മുമ്പ് വന്ന ഈ കാലവർഷത്തിൻ്റെ കെടുതിയാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. എല്ലാ കൃഷിക്കാരും വളരെ വിഷമത്തിലാണ്. ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കൊല പോലും കൊത്തിയെടുക്കാൻ കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ്.